എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ താപവും ഊഷ്മാവും എന്നുള്ള മൊഡ്യൂളാണ് തുടങ്ങുന്നത്. ഇതിൽ ആകെ നമുക്ക് പഠിക്കാനുള്ളത് ഒരേ ഒരു ചാപ്റ്ററാണ്. 7ാം ക്ലാസ്സിലെ 9ാമത്തെ അധ്യായമായ താപമൊഴുകുന്ന വഴികൾ എന്നുള്ള ചാപ്റ്ററാണ് ഈ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. താപവും ഊഷ്മാവും എന്നുള്ള മൊഡ്യൂളാണ്. ഈ ഒരു ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വന്ന ഒരു ചാപ്റ്ററും കൂടിയാണ് ഇത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ്, ഒരിക്കൽ കൂടി പറയുകയാണ്, എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം, എൻ്റെ ക്ലാസ്സുകൾ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരമുണ്ടായാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. 7ാം ക്ലാസ് ബേസിക് സയൻസിലെ 9ാമത്തെ അധ്യായമായ താപമൊഴുകുന്ന വഴികൾ എന്നുള്ള ചാപ്റ്ററാണ്. ഇവിടെ ആദ്യം തന്നെ നമുക്ക് ഇവിടെ എന്താണ്, TV-യിലെ ന്യൂസാണ്. ഓരോ നഗരങ്ങളിലെയും ഓരോ താപം എത്രയാണ് എന്നുള്ളതാണ്. ചൂട് കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും എത്രയാണെന്നുള്ളത് കൊടുത്തിരിക്കുന്നു. അവിടെ അവിടെ ഒന്നും നോക്കാനില്ല, നമുക്ക് ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഇനി സന്ദർഭവും സ്ഥാപനം ലഭിക്കുന്നത് എവിടെ നിന്നാണെന്നുള്ളതൊരു കോളം പൂരിപ്പിക്കാൻ തന്നിട്ടുണ്ട്. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നമുക്ക് എവിടെ നിന്നാണ് താപം ലഭിക്കുന്നത്, ഇസ്തിരി ഇടുമ്പോൾ, വസ്തുക്കൾ ഉണക്കുമ്പോൾ, ലോഹങ്ങൾ ഉരുക്കുമ്പോൾ ഒക്കെ എവിടെ നിന്നാണ് താപം ലഭിക്കുന്നത് എന്നുള്ളത് നമ്മളോട് നോട്ട് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതും വലിയ പ്രാധാന്യമുള്ള വിഷയമല്ല. ഇനി ചൂടാക്കുമ്പോൾ എന്ന് തന്നിട്ട് ഇവിടെ ഒരു പരീക്ഷണം തന്നിട്ടുണ്ട്. ഒരു സ്റ്റീൽ സ്പൂണിൽ എന്ത് ചെയ്യുക, അല്പം ജലം എടുത്തുകൊണ്ട് സ്പിരിറ്റ് ജ്വാലയിൽ കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും, വെള്ളം ചൂടാകും, സ്പൂണ് ചൂടാകും, സ്പൂണ് ചൂടായിട്ട് വെള്ളം ചൂടാകും. ഇനി അവൻ്റെ വെള്ളത്തിന് താപം ലഭിച്ചത് എവിടെ നിന്നാണെന്ന് ചോദിക്കുന്നത്. സ്പിരിറ്റ് ലാമ്പിൽ എന്ത് ചെയ്യും, സ്പിരിറ്റ് ലാമ്പ് ജ്വാലയിൽ നിന്ന് താപം ലഭിച്ച് സ്പൂണ് ചൂടായി, സ്പൂണിന് താപം എന്തായി, താപം ലഭിച്ചിട്ടുണ്ട്, വെള്ളവും ചൂടായി. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ നോട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ്, നമുക്ക് താപം ഇങ്ങനെ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ഇങ്ങനെ പ്രവഹിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവും ഈ ഒരു പരീക്ഷണം ചെയ്യാൻ. അതാണ് നമുക്കിവിടെ ചാർട്ടായിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ സ്പിരിറ്റ് ജ്വാലയിൽ നിന്ന് താപം എന്ത് ചെയ്യും, സ്പൂണിലേക്ക് പോകും, സ്പൂണിൽ നിന്ന് താപം ജലത്തിലേക്ക് പോകും. അപ്പോൾ നമ്മൾ താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ മൂവിങ് ആയി, അതായത് സഞ്ചരിച്ചു കൊണ്ടിരിക്കും എന്നതിന് ഒരു ഉദാഹരണമാണ് ഈ പരീക്ഷണം. അപ്പോൾ ഇനി നമുക്ക് പറയുകയാണെങ്കിൽ ഇങ്ങനെ താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതിനെയാണ് നമ്മൾ താപപ്രേഷണം അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, താപപ്രേഷണം എന്ന് പറയുന്നത്. താപപ്രേഷണം എന്ന് പറയുന്നത് എന്താണ്, താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതിനെയാണ് നമ്മൾ താപപ്രേഷണം എന്ന് പറയുന്നത്. അതായത് താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറുന്നതിന് അല്ലെങ്കിൽ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കും, ഇതാണ് എന്ത്, അങ്ങനെ അതിനെ നമ്മൾ താപപ്രേഷണം എന്ന് പറയുന്നു. ഇനി താപപ്രേഷണം എന്തുണ്ട്, വിവിധ രീതികളിൽ നടക്കുന്നുണ്ട്. അത് എന്തൊക്കെയെന്നുള്ളത് പഠിക്കാം. ഇനി വരാൻ പോകുന്ന പോയിൻറ്റുകളൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യനാണ്, പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ആദ്യം നമുക്കൊരു പരീക്ഷണം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. താപപ്രേഷണം അറിയാൻ വേണ്ടിയുള്ള ഒരു പരീക്ഷണം. ഒരു ആക്സോ ബ്ലേഡിൽ എന്ത് ചെയ്യുക, തുല്യമായ അകലത്തിൽ മെഴുകുതിരി ഉപയോഗിച്ച് നമ്മൾ സൂചികൾ ഒട്ടിക്കുക. ഒരു ആക്സോ ബ്ലേഡിൽ എന്ത് ചെയ്യുക, മെഴുകുതിരി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ തുല്യ അകലത്തിൽ സൂചികൾ ഉപയോഗിക്കുക, ഇങ്ങനെ ഒട്ടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ആക്സോ ബ്ലേഡ് ഇതുപോലെ ഒരു മെഴുകുതിരിയിൽ മെഴുകുതിരി കത്തുന്നതിൽ കാണിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, ഈ എല്ലാ സൂചികളും ഒരുമിച്ചാണോ വീണത് എന്ന് ചോദിക്കുകയാണ്. അല്ല, നമ്മളങ്ങനെ ചെയ്യുമ്പോൾ ആദ്യത്തെ സൂചി ആദ്യം വീഴും, രണ്ടാമത്തേത്, അങ്ങനെ ഓരോന്നായിട്ടാണ് വീഴുക. എല്ലാ സൂചിയും ഒരുമിച്ചല്ല ഈ പരീക്ഷണം ചെയ്യുമ്പോൾ വീഴുക. അങ്ങനെ ഏത് സൂചിയാണ് അവസാനം വീണത് എന്ന് ചോദിച്ചാൽ എന്താണ്, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ അവസാനത്തെ സൂചിയാണ് അവസാനം വീഴുക. ഇപ്പോൾ നമ്മൾ ഈ ചിത്രം നോക്കൂ, ഈ ആക്സോ ബ്ലേഡിൽ 3 സൂചികളുണ്ട്. നമ്മൾ ചൂടാക്കിയാൽ ഈ ഫസ്റ്റത്തെ സൂചി ആദ്യം വീഴും, രണ്ടാമത്തേത് പിന്നെ വീഴും, അവസാനത്തെ സൂചി അവസാനം വീഴും. ആ ചോദ്യങ്ങളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇനിയാണ് നമ്മൾ പറയാൻ പോകുന്ന പോയിൻ്റ്, എന്താണ് ഇത് എന്നുള്ളത്. ചാലനം അല്ലെങ്കിൽ കണ്ടക്ഷൻ. എല്ലാ പദാർത്ഥങ്ങളും തന്മാത്രകൾ കൊണ്ട് നിർമ്മിതമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ബേസിക് കാര്യമാണ്. ഖരവസ്തുക്കളിൽ
തന്മാത്രകൾ അടുത്തടുത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ ആക്സോ ബ്ലേഡിൻ്റെ ഒരറ്റത്ത് താപം ലഭിക്കുമ്പോൾ എന്ത് ചെയ്യും, ആ ഭാഗത്തുള്ള തന്മാത്രകൾ താപം സ്വീകരിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള തന്മാത്രകളിലേക്ക് കൈമാറ്റം ചെയ്യുന്നു. ഇവിടെ തന്മാത്രകളുടെ യഥാർത്ഥത്തിൽ സ്ഥാനമാറ്റം ഉണ്ടാകുന്നില്ല. ഇത്തരത്തിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണെന്ത്, ചാലനം എന്ന് പറയുന്നത്. ചാലനം അല്ലെങ്കിൽ കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, തന്മാത്രകളുടെ മാറ്റമില്ലാതെ, അതായത് തന്മാത്രകളുടെ ചലനമില്ലാതെ താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതിയാണെന്ത്, ചാലനം എന്ന് പറയുന്നത്. അപ്പോൾ ചാലനത്തിൽ എന്താണ് അതിൻ്റെ പ്രത്യേകത, അവിടെ തന്മാത്രകൾ ചലിക്കുന്നില്ല, തന്മാത്രകൾ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ചലിക്കുന്നില്ല അല്ലെങ്കിൽ മാറുന്നില്ല. അപ്പോൾ ഇതാണെന്ത് ചാലനം എന്ന് പറയുന്നത്. അപ്പോൾ തന്മാത്രകളുടെ മാറ്റം ഇല്ലാതെ തന്നെ താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതാണ് ചാലനം. നമ്മളിപ്പോൾ ചെയ്ത പരീക്ഷണം വെച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്, ആക്സോ ബ്ലേഡിൻ്റെ ഒരറ്റത്ത് താപം ലഭിക്കുമ്പോൾ എന്ത് ചെയ്യും, ആ ഭാഗത്തുള്ള തന്മാത്രകൾ താപം സ്വീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യും, തൊട്ടടുത്ത തന്മാത്രകളിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യത്തെ മുട്ടുസൂചി വീഴും, അതിനുശേഷം എന്ത് ചെയ്യും, അടുത്ത തന്മാത്രകളിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും, അടുത്ത മുട്ടുസൂചി വീഴും. അങ്ങനെ അതിനുശേഷം അടുത്തതിലേക്ക് പോകുമ്പോൾ അവസാനത്തെ മുട്ടുസൂചിയും വീഴും. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യും, ആ ഭാഗത്തുള്ള തന്മാത്രകൾ താപം സ്വീകരിച്ച് തൊട്ടടുത്ത തന്മാത്രയിലേക്ക് കൈമാറ്റം ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ആദ്യത്തെ തന്മാത്ര താപം സ്വീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യും, അടുത്ത തന്മാത്രയിലേക്ക് താപം കൈമാറ്റം ചെയ്യും. ഇങ്ങനെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഉണ്ടാകാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണെന്ത്, ചാലനം എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ തന്മാത്ര മാറ്റം ഉണ്ടാകാതെ അല്ലെങ്കിൽ സ്ഥാനമാറ്റം ഉണ്ടാകാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ്, അല്ലെങ്കിൽ താപം മാറിക്കൊണ്ടിരിക്കുന്ന രീതിയാണ്, അല്ലെങ്കിൽ താപം പ്രേഷണം ചെയ്യുന്ന രീതിയാണെന്ത്, ചാലനം എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്, സ്ഥാനമാറ്റം ഉണ്ടാകുന്നില്ല, സ്ഥാനമാറ്റം ഇല്ലാതെ താപം പ്രേഷണം ചെയ്യുന്ന രീതിയാണെന്ത്, ചാലനം എന്ന് പറയുന്നത്. ഇത് ഖരവസ്തുക്കളിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ഖരവസ്തുക്കളിലാണ് ചാലനം സംഭവിക്കുന്നത്. ഈ ചാലനം വഴി താപം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളെ നമ്മൾ സുജാലകങ്ങൾ അല്ലെങ്കിൽ ഗുഡ് കണ്ടക്ടേഴ്സ് എന്നും, ഇനി മറ്റുള്ളവയെ കുജാലകങ്ങൾ അല്ലെങ്കിൽ പുവർ കണ്ടക്ടേഴ്സ് എന്നും പറയുന്നു. അപ്പോൾ ചാലനം വഴി എന്ത് ചെയ്യുക, താപം നന്നായിട്ട് കടത്തിവിടുന്ന വസ്തുക്കളെ നമ്മൾ സുജാലകങ്ങൾ അല്ലെങ്കിൽ ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കും. ഇനി താപം നന്നായി കടത്തിവിടാത്ത വസ്തുക്കളെ എന്ത് ചെയ്യും, കുജാലകങ്ങൾ അല്ലെങ്കിൽ പുവർ കണ്ടക്ടേഴ്സ് എന്നും വിളിക്കും. പ്രഷർ കുക്കറിൻ്റെയും നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെയും കൈപ്പിടി ബേക്കലൈറ്റ് പോലുള്ള പദാർത്ഥങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കാറുള്ളത്. ഇതിൻ്റെ കാരണം എന്താണ്, ഇത് ആകുമ്പോൾ ബേക്കലൈറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും, താപത്തെ കടത്തിവിടില്ല, അതുകൊണ്ടാണ് അങ്ങനെ നിർമ്മിക്കുന്നത്. താപപ്രേക്ഷണം ലോഹങ്ങളിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്കിവിടെ ഒരു പരീക്ഷണം ചെയ്യാൻ തന്നിരിക്കുകയാണ്. അവിടെയും നമ്മൾ എന്ത് ചെയ്യേണ്ട, ആ പരീക്ഷണം ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മാത്രം മതി. അവിടെയും നമുക്ക് കൂടുതലായിട്ട് നോട്ട് ചെയ്യേണ്ട പോയിൻ്റൊന്നുമില്ല. ഇനി താപപ്രേഷണം ദ്രാവകങ്ങളിൽ എന്നുള്ള ഭാഗത്ത് വരുന്ന ഒരു പ്രധാന പോയിൻ്റാണ് സംവഹനം. അപ്പോൾ നമുക്ക് എന്താണ് സംവഹനം എന്ന് ആദ്യം നോക്കാം. സംവഹനം അല്ലെങ്കിൽ കൺവെക്ഷൻ എന്താണെന്ന് നോക്കാം. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണെന്ത്, സംവഹനം. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണെന്ത്, സംവഹനം. നമ്മളിത് പഠിക്കുമ്പോൾ സംവഹന മാറ്റം എന്നിങ്ങനെ പഠിച്ചാൽ മതി. സംവഹന മാറ്റം എന്ന് പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് കണക്ട് ചെയ്യുക, തന്മാത്രകളുടെ സ്ഥാനം മാറ്റം മുഖേനയാണ് താപം പ്രേഷണം ചെയ്യുന്ന രീതിയാണ് സംവഹനം എന്ന് നമുക്ക് കിട്ടും. സംവഹന മാറ്റം എന്ന് പഠിച്ചാൽ മതി. അങ്ങനെ ഒരൊറ്റ വാക്ക് പഠിച്ചാൽ എന്ത് ചെയ്യുക, അപ്പോൾ നമുക്ക് മനസ്സിലാവും തന്മാത്രകളുടെ സ്ഥാനം മാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം എന്നുള്ളത്. എന്നാൽ തന്മാത്രയുടെ സ്ഥാനം മാറ്റം ഇല്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് നമ്മൾ മുകളിൽ പഠിച്ചത് ചാലനം. ഓക്കെ, ഇവിടെ ഈ സംവഹനത്തിൻ്റെ ഒരു ഉദാഹരണമാണ് അത് പരീക്ഷണത്തിലൂടെ കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. ഖരവസ്തുക്കളിലെ താപത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അടിയിലുണ്ട ഒരു ഫ്ലാസ്കിൽ എന്ത് ചെയ്യുക, 3/4 ഭാഗം ജലം എടുക്കുക, ഒരു അലുമിനിയം ഫോയിൽ കഷ്ണത്തിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റും ഏതാനും തരികളെടുത്ത് മടക്കി അമർത്തി പൊതിയുക. അതിലെന്ത് ചെയ്യുക, മുട്ടുസൂചി ഉപയോഗിച്ച് ചെറിയ ഒരു ദ്വാരം ഇട്ടതിന് ശേഷം ഫ്ലാസ്കിലെ ജലത്തിൽ താഴ്ത്തി വെക്കുക. സ്പിരിറ്റ് ലാമ്പ് ഉപയോഗിച്ചുകൊണ്ട് ഫ്ലാസ്ക് ചൂടാക്കുക. ഫ്ലാസ്കിനകത്ത് ഉണ്ടാകുന്ന മാറ്റം നിരീക്ഷിക്കാനാണ് പറയുന്നത്.
ചൂടാക്കിയപ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് കലർന്ന ജലം ഏതു ഭാഗത്തേക്കാണ് നീങ്ങുന്നത് എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് ഈ ജലപ്രവാഹം എങ്ങോട്ടാണ് നീങ്ങുന്നത്? ഇത് നമ്മൾ ആ പരീക്ഷണത്തിലൂടെ കണ്ടെത്താനാണ്. അപ്പോൾ ഇതാണ് നമ്മൾ സംവഹനം എന്ന് പറയുന്നത്. ഇനി പുകയുടെ വഴി, അതായത് പുക ആവശ്യമായ സാമഗ്രികൾ എന്തൊക്കെ? ഷട്ടിൽ കോക്കിൻ്റെ കൂട്, ചന്ദനത്തിരി, മേഘത്തിരി. ഇവിടെയും ഒരു പരീക്ഷണം ചെയ്യാനാണ്. കൂണിനകത്തെ വായു ചൂട് പിടിച്ച് മേലോട്ട് ഉയരുമ്പോൾ ആ ഭാഗത്തെ സുഷിരത്തിലൂടെ തണുത്ത വായു പ്രവഹിക്കുന്നു. ഈ പ്രവാഹത്തോടൊപ്പം എന്ത് ചെയ്യും? ചന്ദനത്തിരിയുടെ പുകയും അകത്ത് കടക്കുന്നു. ഇവിടെ ദ്രാവകത്തിലേതുപോലെ തന്നെ എന്താണ്? കണികകളുടെ യഥാർത്ഥ ചലനം മുഖേനയാണ് താപം ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അപ്പോൾ വാതകങ്ങളിൽ നടക്കുന്നതും എന്താണ്? സംവഹനം തന്നെയാണ്. അതായത് തന്മാത്രകളുടെ സ്ഥാനം മാറ്റം മുഖേന തന്നെയാണ് ഇത് വാതകങ്ങളിലും താപം ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പ്രേഷണം ചെയ്യപ്പെടുന്നത്. അതാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരേ ഒരു പോയിൻ്റ്. അപ്പോൾ ചാലനം വഴി തന്നെയാണ് ചാലനമല്ല, സംവഹനം വഴി തന്നെയാണ് ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപപ്രേഷണം നടക്കുന്നത്. എന്നാൽ ഇനി മാധ്യമങ്ങളുടെ സഹായം ഇല്ലാതെയും താപപ്രേഷണം നടക്കുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണം അതിനെ പറയുന്ന പേരുമാണ് ഇനി അടുത്തതിൽ പറയുന്നത്. ഇപ്പോൾ ചാലനത്തിലൂടെയും സംവഹനത്തിലൂടെയും താപപ്രേഷണം ചെയ്യപ്പെടാൻ ഒരു മാധ്യമം ആവശ്യമാണെന്ന് നമുക്ക് മനസ്സിലായി. എന്നാൽ ശൂന്യാകാശത്ത് മാധ്യമം ഇല്ലാതിരുന്നിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? സൂര്യതാപം ഭൂമിയിൽ എത്തുന്നുണ്ട്. അതെങ്ങനെയാണ് എന്നാണ് നമ്മളോട് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ്? സംവഹനം വഴിയല്ല, അതുപോലെ താപം വഴിയും അപ്പോൾ സംവഹനം വഴിയുമല്ല താപം നമ്മുടെ അടുത്ത് എത്തുന്നത്. സംവഹനം വഴിയോ ചാലനം വഴിയല്ല സൂര്യൻ്റെ താപം നമ്മളടുത്ത് എത്തുന്നത്. എങ്കിലും എന്താണ്? നമുക്ക് ചൂട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ് എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. വികിരണം അഥവാ റേഡിയേഷൻ. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിക്ക് വികിരണം എന്ന് പറയുന്നു. മിനുസമുള്ള പ്രതലം വികിരണ താപത്തെ എന്ത് ചെയ്യും? പ്രതിപതിപ്പിക്കും. അപ്പോൾ മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി എന്താണ്? വികിരണം അഥവാ റേഡിയേഷൻ എന്ന് പറയും. അപ്പോൾ വികിരണം എന്താണ്? മിനുസമുള്ള പ്രതലത്തിൽ വികിരണ താപം എന്താവും? പ്രതിപതിക്കും, അതായത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണെന്ത്? വികിരണം അല്ലെങ്കിൽ റേഡിയേഷൻ എന്ന് പറയുന്നത്. പിന്നെ വികിരണത്തിൻ്റെ അല്ലെങ്കിൽ റേഡിയേഷൻ്റെ പ്രത്യേകത എന്താണ്? മിനുസമുള്ള പ്രതലത്തിലാണെങ്കിൽ ആ വികിരണ താപം എന്ത് ചെയ്യും? പ്രതിപതിക്കും, റിഫ്ലക്റ്റ് ചെയ്യും. ആ റിഫ്ലക്ഷൻ ഉപയോഗിച്ചാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത സോളാർ കുക്കറിലൊക്കെ പാചകം ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ വികിരണം ഉപയോഗിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഖാദി ബോർഡ് പ്രിലിംസിൽ ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഈ വികിരണം വഴി താപം പ്രസരണം ചെയ്യപ്പെടുന്ന ചില സന്ദർഭങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന വൈദ്യുത ബൾബിൽ നിന്ന് താപം താഴെ എത്തുന്നത് എങ്ങനെയാണ്? വികിരണം വഴിയാണ്. പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ബൾബിൽ നിന്ന് താപം താഴേക്ക് എത്തുന്നത് എങ്ങനെയാണ്? വികിരണം വഴിയാണ്. അതുപോലെ ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയിക്കുന്നതും തീ കായുമ്പോൾ നമുക്ക് താപം ലഭിക്കുന്നതൊക്കെ എങ്ങനെയാണ്? വികിരണം വഴിയാണ്. ഒരു മാധ്യമത്തിൻ്റെയും സഹായമില്ലാതെയാണ് ഇവിടെ താപപ്രേഷണം നടക്കുന്നത്. പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന വൈദ്യുത ബൾബിൽ നിന്ന് താപം താഴെ എത്തുന്നതും ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നതും തീ കായുമ്പോൾ നമുക്ക് താപം ലഭിക്കുന്നതൊക്കെ എങ്ങനെയാണ്? വികിരണം വഴിയാണ്. കാരണം ഒരു മാധ്യമത്തിൻ്റെയും സഹായമില്ലാതെയാണ് ഇവിടേക്ക് താപം നമ്മളിലേക്ക് എത്തുന്നത്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത് ഏത് പ്രവർത്തനം മൂലമാണ് എന്ന് ചോദിച്ചിരുന്നു, അല്ലെങ്കിൽ അത് ഏത് താപത്തിൻ്റെ ഏത് പ്രേഷണമാണ് എന്ന് ചോദിച്ചിരുന്നു. അതായിരുന്നു ഖാദി ബോർഡ് പ്രിലിംസിൽ ചോദിച്ച ചോദ്യം. അപ്പോൾ ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത് ഏതാണ്? വികിരണമാണ് അവിടെ പ്രതിഭാസം, വികിരണം. ഓക്കെ, ആ ഉദാഹരണങ്ങൾ പഠിക്കുക. ഇനി നമ്മൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുക. ചാലനം, സംവഹനം, വികിരണം എന്താണെന്നുള്ളത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുക. ഒന്നും കൂടി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഇവിടെ കോളത്തിൽ തന്നതാണ്. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുക. തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റമില്ലാതെ ഒരു വസ്തുവിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണെന്ത്? ചാലനം. എന്താണ് ചാലനം? തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റമില്ലാതെ
ഒരു വസ്തുവിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണെന്ത് ചാലനം എന്ന് അറിയപ്പെടുന്നത്. ഇനി സംവഹനാണെങ്കിലോ ദ്രാവകങ്ങളിലും വാതകങ്ങളിലും നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണെന്ത് സംവഹനം എന്ന് പറയുന്നത്. ഇനി വികിരണമാണെങ്കിൽ എന്താ? മാധ്യമങ്ങളുടെ സഹായമില്ലാതെ, ഒരു മാധ്യമത്തിൻ്റെയും സഹായമില്ലാതെ താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എത്തുന്ന രീതിയാണെന്ത് വികിരണം എന്ന് പറയുന്നത്. ഈ 3 കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കുക. കാരണം ഓപ്ഷന് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ നിങ്ങൾക്കിത് ഒരുപാട് ഉപകാരമാവും. ഇനി ഇവിടെ ചൂടാറാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ തെർമൽ കുക്കർ, ഫ്ലാസ്ക് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഈ തെർമൽ കുക്കർ അല്ലെങ്കിൽ ഫ്ലാസ്കിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്? ഇതിൽ നടക്കുന്നത് എന്താ വെച്ചാൽ ഈ താപത്തിൻ്റെ പ്രേഷണ രീതികളായ വികിരണവും ചാലനവും സംവഹനമൊക്കെ എന്താണ് തടയുന്നത് കൊണ്ടാണ് ഈ ഇതിലൊന്നും ഭക്ഷണങ്ങൾ ചൂടാറാതെ നിൽക്കാൻ കാരണം. നമ്മൾ ഫ്ലാസ്കിലാണെങ്കിലും തെർമൽ കുക്കറിലാണെങ്കിലും ഭക്ഷണങ്ങൾ ചൂടാറാതെ നിൽക്കാൻ കാരണം എന്താണ്? ഇതിൻ്റെ ബേസിക് തത്വം എന്ന് പറയുന്നത് ഈ താപത്തിൻ്റെ പ്രേഷണ രീതികളായ സംവഹനത്തെയും ചാലനത്തെയും വികിരണത്തെയും ഒക്കെ എന്താണ് ഇത്തരം ഉപകരണങ്ങൾ അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇത്തരം ഉപകരണങ്ങൾ അത് തടഞ്ഞു നിർത്തും. ഇനി തെർമൽ ഫ്ലാസ്കിൻ്റെ ഉൾഭാഗം എന്താണ്? സ്ഫടിക പാത്രവും അടുപ്പും, അതുപോലെ ഇരട്ട ഭിത്തികൾക്കിടയിലുള്ള ശൂന്യമായ സ്ഥലം, സിൽവർ ലവണങ്ങൾ പൂശിയ ഉൾഭാഗമുള്ള പ്രതലം. തെർമോ ഫ്ലാസ്കിൻ്റെ ഉൾഭാഗത്തുള്ള പ്രത്യേകതകളാണ് ഈ പറയുന്നത്. സ്ഫടിക പാത്രവും അടപ്പും ഉണ്ടാവും. അതേപോലെ ഇരട്ട ഭിത്തികൾക്കിടയിൽ ശൂന്യമായ സ്ഥലം. സ്ഫടിക പാത്രവും അടപ്പും, അതേപോലെ ഇരട്ട ഭിത്തികൾക്കിടയിൽ ശൂന്യമായ സ്ഥലം. അതുപോലെ എന്താണ്? സിൽവർ ലവണങ്ങൾ പൂശിയ ഉൾഭാഗമുള്ള പ്രതലം. സിൽവർ ലവണങ്ങൾ പൂശിയ ഉൾഭാഗമുള്ള പ്രതലം. ഇതാണെന്ത് തെർമൽ ഫ്ലാസ്കിൻ്റെ അല്ലെങ്കിൽ തെർമോ ഫ്ലാസ്കിൻ്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അടുത്തതൊരു പരീക്ഷണമാണ് താപീയ വികാസം ഖരവസ്തുക്കളിൽ എന്നുള്ള ഇതിൽ വരുന്നത്. ഒരു പരീക്ഷണം ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ട? ഇവിടെ നോട്ട് ചെയ്യേണ്ട പോയിൻ്റ് ഇതേ ഉള്ളൂ. പരീക്ഷണം പ്രശ്നമല്ല. താപം ലഭിക്കുമ്പോൾ എന്ത് ചെയ്യും? ഖരവസ്തുക്കൾ വികസിക്കും. താപം നഷ്ടപ്പെടുമ്പോൾ എന്ത് ചെയ്യും? അവ സങ്കോചിക്കും. ഇപ്പോൾ ഖരവസ്തുക്കൾ എന്താ ചെയ്യുക? താപം കിട്ടുമ്പോൾ എന്ത് ചെയ്യും? വികസിക്കും. താപം നഷ്ടപ്പെടുമ്പോൾ സങ്കോചിക്കുകയും ചെയ്യും. ഖരവസ്തുക്കളുടെ പ്രത്യേകത എന്താണ്? താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾ വികസിക്കുന്നു. താപം നഷ്ടപ്പെടുമ്പോൾ എന്ത് ചെയ്യും? സങ്കോചിക്കുകയും ചെയ്യുന്നു. ഇനി നമ്മൾ ദ്രാവകത്തിൻ്റെ കാര്യമാണെങ്കിലും വാതകത്തിൻ്റെ കാര്യമാണെങ്കിലും ഒക്കെ എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇത് തന്നെയാണ്. താപം ലഭിക്കുമ്പോൾ എന്താണ്? വികസിക്കുന്നു. തണുക്കുമ്പോൾ സങ്കോചിക്കുന്നു. അപ്പോൾ ഖരവസ്തു ആണെങ്കിലും ഇനി ദ്രാവക വസ്തുവാണെങ്കിലും എന്താണ്? താപം ലഭിക്കുമ്പോൾ എന്ത് ചെയ്യും? വികസിക്കും. തണുക്കുമ്പോൾ അല്ലെങ്കിൽ താപം നഷ്ടപ്പെടുമ്പോൾ അത് സങ്കോചിക്കുകയും ചെയ്യും. ഇപ്പോൾ ഖരാണെങ്കിലും ദ്രാവകമാണെങ്കിലും വാതകമാണെങ്കിലും എന്താണ്? ഒരേ ഒരു താപീയ വികാസം, ഒരേ ഒരു പ്രത്യേകതയാണ്. അത് താപം ലഭിക്കുമ്പോൾ എന്ത് ചെയ്യും? വികസിക്കുന്നു. താപം നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ തണുക്കുമ്പോൾ എന്ത് ചെയ്യും? അത് തണുക്കുന്നു. ഇനി ഇവിടെ താപീയ വികാസം വാതകങ്ങളിലും അത് തന്നെയാണ്. വാതകങ്ങളിലും എന്താണ്? താപം ലഭിക്കുമ്പോൾ വികസിക്കും, തണുക്കുമ്പോൾ സങ്കോചിക്കുകയും ചെയ്യും. അപ്പോൾ ഖരമാണെങ്കിലും ദ്രാവകമാണെങ്കിലും വാതകമാണെങ്കിലും ഒരേ പ്രത്യേകതയാണ്. താപം ലഭിക്കുമ്പോൾ വികസിക്കുകയും അത് തണുക്കുമ്പോൾ എന്ത് ചെയ്യും? സങ്കോചിക്കുകയും ചെയ്യും. ഇനി താപനില അളക്കാം എന്നുള്ളതിൽ പറയുന്നത് നമ്മൾ തെർമോമീറ്ററും അതുപോലെ ക്ലിനിക്കൽ തെർമോമീറ്ററുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിൽ തെർമോമീറ്റർ എന്തുണ്ട്? 2 തരത്തിലുണ്ട്. ക്ലിനിക്കൽ തെർമോമീറ്ററും അതുപോലെ വേറെ എന്ത് തെർമോമീറ്ററാണ്? ലാബിൽ ഉപയോഗിക്കുന്ന ലാബ് തെർമോമീറ്ററുണ്ട്. ക്ലിനിക്കൽ തെർമോമീറ്ററുണ്ട്, ലാബിൽ ഉപയോഗിക്കുന്ന ലാബ് തെർമോമീറ്ററുണ്ട്. ഈ തെർമോമീറ്ററിൻ്റെ അല്ലെങ്കിൽ തെർമോമീറ്റർ ഉണ്ടാക്കുന്നത് ഈ താപത്തിൻ്റെ എന്ത് അടിസ്ഥാനപ്പെടുത്തിയാണ്? ഈ ദ്രാവകങ്ങളുടെ എന്ത് പ്രത്യേകത അടിസ്ഥാനമാക്കിയാണ് തെർമോമീറ്റർ
നിർമ്മിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ, സങ്കോചിക്കാനും വികസിക്കാനുമുള്ള ദ്രാവകങ്ങളുടെ കഴിവ് പ്രയോജനപ്പെടുത്തിയാണ് ലബോറട്ടറി തെർമോമീറ്ററും ക്ലിനിക്കൽ തെർമോമീറ്ററും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ലബോറട്ടറി തെർമോമീറ്റർ ആയിക്കോട്ടെ, ക്ലിനിക്കൽ തെർമോമീറ്റർ ആയിക്കോട്ടെ, ഇവ പ്രവർത്തിക്കുന്നത് എന്ത് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? സങ്കോചിക്കാനും വികസിക്കാനുമുള്ള ദ്രാവകങ്ങളുടെ കഴിവ് പ്രയോജനപ്പെടുത്തിയാണ്. അപ്പോൾ ദ്രാവകങ്ങൾ പറഞ്ഞ് നമ്മൾ താപം ലഭിക്കുമ്പോൾ എന്ത് ചെയ്യും? വികസിക്കും. തണുക്കുമ്പോൾ സങ്കോചിക്കുകയും ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ സങ്കോചിക്കാനും വികസിക്കാനുമുള്ള ഈ ദ്രാവകങ്ങളുടെ ഇത്തരം കഴിവ് പ്രയോജനപ്പെടുത്തിയാണ് എന്ത്? ലബോറട്ടറി തെർമോമീറ്ററും അതുപോലെ ക്ലിനിക്കൽ തെർമോമീറ്ററും പ്രവർത്തിക്കുന്നത്. ദ്രാവകങ്ങളുടെ സങ്കോചിക്കാനും വികസിക്കാനുമുള്ള കഴിവ് പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുന്നത് ഉപകരണം ഏതാണ്? തെർമോമീറ്ററുകളാണ്. തെർമോമീറ്ററുകൾ 2 തരമാണ്, ക്ലിനിക്കൽ തെർമോമീറ്ററും ലബോറട്ടറി തെർമോമീറ്ററും. ഇനി തെർമോമീറ്ററിൻ്റെ അഗ്രഭാഗത്തുള്ള ബൾബിൽ എന്താണുള്ളത്? മെർക്കുറിയാണ്. തെർമോമീറ്ററിൻ്റെ അഗ്രഭാഗത്തുള്ള ബൾബുകളിലുള്ളത് എന്താണ്? മെർക്കുറിയാണ്. ഫോട്ടോ നമുക്ക് നോക്കാം. ക്ലിനിക്കൽ തെർമോമീറ്റർ ആണെങ്കിലും ലബോറട്ടറി തെർമോമീറ്റർ ആണെങ്കിലും ഇതിൻ്റെ അഗ്രഭാഗത്തുള്ള ബൾബുകളുള്ളത് എന്താണ്? മെർക്കുറിയാണ് ഇതിൻ്റെ അഗ്രഭാഗത്തുള്ള ബൾബുകളിൽ. അപ്പോൾ നമ്മൾ ഏത് തെർമോമീറ്റർ ആണെങ്കിലും ഇത് എന്ത് പ്രയോജനപ്പെടുത്തിയാണ്? ദ്രാവകങ്ങളുടെ വികസിക്കാനും സങ്കോചിക്കാനുമുള്ള കഴിവിനെ പ്രയോജനപ്പെടുത്തിയാണ് എന്ത്? തെർമോമീറ്റർ ഉപയോഗിക്കുന്നത്. ക്ലിനിക്കൽ തെർമോമീറ്റർ ആണെങ്കിലും ലബോറട്ടറി തെർമോമീറ്റർ ആണെങ്കിലും ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ അഗ്രഭാഗത്തുള്ള ബൾബിൽ എന്താണ്? മെർക്കുറിയാണ്. അത്രയും കാര്യങ്ങൾ നിങ്ങൾ തെർമോമീറ്ററിനെ കുറിച്ച് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി തെർമോമീറ്ററുകളെ നമുക്ക് നോക്കാം. ക്ലിനിക്കലും ലബോറട്ടറി തെർമോമീറ്ററും എന്തൊക്കെയാണെന്ന് നോക്കാം. ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ലാബ് തെർമോമീറ്ററിൽ നിന്ന് വ്യത്യസ്തമായി ബൾബിന് മുകളിൽ ഒരു ഇടുങ്ങിയ ഭാഗമുണ്ട്. അപ്പോൾ ക്ലിനിക്കൽ തെർമോമീറ്ററിൽ എന്തുണ്ട്? ലാബ് തെർമോമീറ്ററിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബൾബിന് മുകളിൽ ഒരു ഇടുങ്ങിയ ഭാഗമുണ്ട്. അതുപോലെ ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ശരീര താപനില അളക്കാൻ വേണ്ടി മാത്രമാണ് എന്ത്? രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്ലിനിക്കൽ തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരോഷ്മാവ് അല്ലെങ്കിൽ ശരീര താപനില അളക്കാൻ വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് എന്ത്? ക്ലിനിക്കൽ തെർമോമീറ്റർ. 200 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള താപനില അളക്കാനാണ് എന്ത്? ലബോറട്ടറി തെർമോമീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ലബോറട്ടറി തെർമോമീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? 200 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള താപനില അളക്കാൻ. 200 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള താപനില അളക്കാൻ ഉപയോഗിക്കുന്നതാണ് ലബോറട്ടറി തെർമോമീറ്റർ. 200 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ലബോറട്ടറി തെർമോമീറ്ററാണ്. ക്ലിനിക്കൽ തെർമോമീറ്ററിൻ്റെ 2 പ്രത്യേകതകൾ എന്താണ്? ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ലാബ് തെർമോമീറ്ററിനെ വെച്ച് നോക്കുമ്പോൾ എന്ത് ചെയ്യും? വ്യത്യസ്തമായി ബൾബിന് മുകളിൽ എന്തുണ്ട്? ഒരു ഇടുങ്ങിയ ഭാഗമുണ്ട്. അപ്പോൾ ബൾബിന് മുകളിൽ ഒരു ഇടുങ്ങിയ ഭാഗമാണെന്ത്? ക്ലിനിക്കൽ തെർമോമീറ്ററിനുള്ളത്. അതാണ് അതിനെ ലാബ് തെർമോമീറ്ററിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അതുപോലെ ക്ലിനിക്കൽ തെർമോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ശരീര താപനില അളക്കാൻ വേണ്ടി മാത്രമാണത് ഉപയോഗിക്കുന്നത്. ശരീര താപനില അളക്കാൻ വേണ്ടി മാത്രമാണെന്ത്? ക്ലിനിക്കൽ തെർമോമീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. ലാബ് തെർമോമീറ്ററിൻ്റെ പ്രത്യേകത എന്താണ്? 200 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള താപനില അളക്കാനാണ് എന്ത്? ലബോറട്ടറി തെർമോമീറ്റർ അല്ലെങ്കിൽ ലാബ് തെർമോമീറ്റർ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞ താപീയ വികാസത്തിൻ്റെ കാര്യം എന്താണ്? വാതകങ്ങളിലും എന്താണ്? താപം ലഭിക്കുമ്പോൾ എന്ത് ചെയ്യും? വികസിക്കും. തണുക്കുമ്പോൾ സങ്കോചിക്കുകയും ചെയ്യും. ഇനി നമ്മൾ ഈ താപീയ വികാസം ഉപയോഗിക്കുന്ന നിത്യജീവിതത്തിലെ ചില സന്ദർഭങ്ങൾ ഒന്ന് നോക്കാം. മുറികളിൽ സീലിങ്ങിനോട് ചേർന്ന് എയർ ഹോളുകൾ നിർമ്മിക്കുന്നത്, അതുപോലെ വലിയ പാലങ്ങൾ പല സ്പാനുകളായി നിർമ്മിക്കുന്നത്, ഒട്ടിപ്പോയ 2 സ്ഫടിക ഗ്ലാസുകൾ വേർപ്പെടുത്താൻ ഗ്ലാസ്സിന് പുറത്ത് എന്ത് ചെയ്യുക? ചൂടുവെള്ളം ഒഴിക്കുന്നത്. ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? താപീയ വികാസം നമ്മൾ നിത്യജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നതിന് ഉദാഹരണമാണ്. ഒന്നുകൂടി പറയാം. മുറികളിൽ സീലിങ്ങിനോട് ചേർന്ന് നമ്മൾ എയർ ഹോളുകൾ നിർമ്മിക്കുന്നത്, അതുപോലെ വലിയ പാലങ്ങളൊക്കെ നിർമ്മിക്കുമ്പോൾ എന്ത് ചെയ്യുക? പല സ്പാനുകളായിട്ട് നിർമ്മിക്കുന്നത്, അതുപോലെ എന്താണ്? ഒട്ടിപ്പോയ 2 സ്ഫടിക ഗ്ലാസുകൾ വേർപ്പെടുത്താനും ഗ്ലാസിൻ്റെ പുറത്ത് ചൂടുവെള്ളം ഒഴിക്കുന്നതൊക്കെ എന്താണ്? താപീയ വികാസം നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നതിന് അല്ലെങ്കിൽ നിത്യജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്ന ചില സാഹചര്യങ്ങളാണ്. ഈ ഉദാഹരണങ്ങൾ നിർബന്ധമായിട്ടും നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത് എന്ന് ചോദിച്ച പോലെ ഈ ഭാഗത്തു നിന്നും ചോദ്യം വരാനുള്ള
ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി കാറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. കാറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? കരക്കാറ്റും കടൽക്കാറ്റുമാണ്. ഇത് രണ്ടും എന്താണ്? സംവഹനം മൂലം ഉണ്ടാകുന്ന പ്രതിഭാസങ്ങളാണെന്ത്? കടൽക്കാറ്റാണെങ്കിലും കരക്കാറ്റാണെങ്കിലും. കടൽക്കാറ്റാണെങ്കിലും കരക്കാറ്റാണെങ്കിലും എന്താണ്? സംവഹനം മൂലം ഉണ്ടാകുന്ന പ്രതിഭാസങ്ങളാണ്. ഇവിടെ എന്താണ് സംവഹനം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് പഠിച്ചത്? തന്മാത്രകളുടെ സ്ഥാനമാറ്റം മൂലം താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണെന്ത്? സംവഹനം എന്ന് പറയുന്നത്. അപ്പോൾ സംവഹനം മൂലം ഉണ്ടാകുന്ന രണ്ട് പ്രതിഭാസങ്ങളാണ് കരക്കാറ്റും കടൽക്കാറ്റും. ഇനി നമുക്ക് കടൽക്കാറ്റ് എന്താണെന്നും കരക്കാറ്റ് എന്താണെന്നുള്ളത് നോക്കാം. കരക്കും കടലിനും സൂര്യതാപം ലഭിക്കുന്നത് ഒരുപോലെയാണ്. അപ്പോൾ നമുക്ക് കരക്കാണെങ്കിലും കടലിനാണെങ്കിലും സൂര്യതാപം, അതായത് വെയിൽ ലഭിക്കുന്നത് ഒരുപോലെയാണ്. അത് നമുക്കറിയുന്ന കാര്യമാണ്. എന്നാൽ കരക്കും കടലിനും താപം സ്വീകരിക്കാനുള്ള കഴിവ് എന്താണ്? വ്യത്യസ്തമാണ്. നമ്മൾ കരക്കും കടലിനും എന്താണ്? താപം സ്വീകരിക്കാനുള്ള കഴിവ് വ്യത്യസ്തമാണ്. ചൂട് ഒരുപോലെ അല്ലെങ്കിൽ സൂര്യതാപം ഒരുപോലെ ലഭിക്കുന്നുവെങ്കിൽ എന്താണ്? ഇവയ്ക്ക് രണ്ടിനും താപം സ്വീകരിക്കാനുള്ള കഴിവ് വ്യത്യസ്തമാണ്. പകൽ സമയത്ത് എന്ത് ചെയ്യും? സൂര്യതാപം കൊണ്ട് കരവേഗം ചൂട് പിടിക്കും. എന്നാൽ കടലിലെ ജലം എന്ത് ചെയ്യും? സാവധാനം മാത്രമാണ് ചൂട് പിടിക്കുന്നത്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ എന്ത് ചെയ്യും? കരയുടെ മുകളിലുള്ള വായു ചൂട് പിടിച്ച് വികസിച്ചുകൊണ്ട് എന്ത് ചെയ്യും? മുകളിലേക്ക് ഉയരും. ഈ സമയം എന്ത് ചെയ്യും? കടലിൽ നിന്ന് ചൂട് കുറഞ്ഞ വായു കരയിലേക്ക് പ്രവഹിക്കും. ഇതാണെന്ത്? കടൽക്കാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പകൽ സമയങ്ങളിലാണ് എന്ത്? കടൽക്കാറ്റ് ഉണ്ടാകുന്നത്. പകൽ സമയത്ത് എന്ത് ചെയ്യും? സൂര്യൻ പ്രകാശം അല്ലെങ്കിൽ സൂര്യതാപം കൊണ്ട് എന്ത് ചെയ്യും? കര വേഗത്തിൽ ചൂട് പിടിക്കും. അപ്പോൾ എന്ത് ചെയ്യും? വേഗത്തിൽ ചൂട് പിടിക്കുമ്പോൾ കടലാണെങ്കിലോ സാവധാനത്തിൽ മാത്രമാണ് ചൂട് പിടിക്കുന്നത്. അപ്പോൾ കര വേഗത്തിൽ ചൂട് പിടിക്കുമ്പോൾ കരയുടെ മുകളിലുള്ള വായു എന്ത് ചെയ്യും? വികസിച്ചുകൊണ്ട് മുകളിലേക്ക് ഉയരും. ഈ സമയം എന്ത് ചെയ്യും? കടലിൽ നിന്ന് ചൂട് കുറഞ്ഞ അല്ലെങ്കിൽ തണുത്ത വായു എന്ത് ചെയ്യും? കരയിലേക്ക് പ്രവഹിക്കും. ഇതാണെന്ത്? കടൽക്കാറ്റ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ തണുത്ത വായു കരയിലേക്ക് വീശുന്നതാണ് കടൽക്കാറ്റ്. ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? പകൽ സമയത്താണ്. ഇനി രാത്രിയാണെങ്കിലോ നേരെ തിരിച്ചാണ് സംഭവിക്കുക. രാത്രിയാകുമ്പോൾ എന്ത് ചെയ്യും? കര വേഗം തണുക്കും. രാത്രിയാകുമ്പോൾ എന്ത് ചെയ്യും? കര വേഗം തണുക്കും. കടൽ സാവധാനമാണ് എന്ത്? തണുക്കുന്നത്. അപ്പോൾ കടൽ സാവധാനമായിരിക്കും തണുക്കുന്നത്. കര വേഗത്തിൽ തണുക്കുകയും ചെയ്യും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കടലിന് മുകളിലുള്ള വായു എന്ത് ചെയ്യും? കരക്ക് മുകളിലുള്ള വായുവിനേക്കാൾ കൂടുതൽ വികസിച്ചിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? കരക്ക് മുകളിലെ വായു കടലിന് മുകളിലേക്ക് പ്രവഹിക്കും. ഇതാണെന്ത്? കരക്കാറ്റ്. രാത്രിയാണെങ്കിൽ എന്താണ്? നമ്മൾ പകൽ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. കര വേഗം തണുക്കും. കടലെന്താണ്? സാവധാനമാണ് തണുക്കുന്നത്. ഇത് കാരണം എന്ത് ചെയ്യും? കരക്ക് മുകളിലെ വായുവിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യും? കടലിലെ വായു വികസിച്ചിട്ടുണ്ടാവും. അപ്പോൾ കടലിന് മുകളിലെ വായു എന്ത് ചെയ്യും? കരക്ക് മുകളിലെ വായുവിനേക്കാൾ കൂടുതൽ വികസിക്കും. ഈ സമയങ്ങളിൽ എന്ത് ചെയ്യും? കരക്ക് മുകളിലുള്ള വായു കടലിന് മുകളിലേക്ക് പ്രവഹിക്കും. ഇതാണെന്ത്? കരക്കാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കടൽക്കാറ്റും കരക്കാറ്റും എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ കാറ്റിൻ്റെ ദിശ. സൂര്യപ്രകാശം ലംബമായി പതിക്കുന്ന അധികവും എവിടെയാണ്? ഭൂമധ്യ രേഖാ പ്രദേശങ്ങളിലാണ് എന്ത്? സൂര്യപ്രകാശം ലംബമായി പതിക്കുന്നത്. ഇനി ഭൂമിയെ നമുക്ക് ഭൂമധ്യരേഖയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഭൂമധ്യരേഖയ്ക്ക് അതായത് നമ്മളെ ഭൂമിയുടെ രണ്ട് ധ്രുവങ്ങളിൽ നോക്കുകയാണെങ്കിൽ ദക്ഷിണ ധ്രുവമാണെങ്കിലും ഉത്തര ധ്രുവത്തിലാണെങ്കിലും എങ്ങനെയാണ് നമുക്ക് ഭൂമധ്യരേഖയെ അടിസ്ഥാനമാക്കിയിട്ട് മൂന്നായിട്ട് തരംതിരിക്കാം. ഭൂമധ്യരേഖയുടെ തൊട്ടടുത്ത് ഉഷ്ണമേഖലയും അതിൻ്റെ അപ്പുറത്ത് മിതോഷ്ണ മേഖലയും ഏറ്റവും അങ്ങേ ധ്രുവത്ത് ഏതാണ്? ശൈത്യമേഖലയാണ്. ഇത് നമ്മൾ ദക്ഷിണ ധ്രുവമാണെങ്കിലും ഉത്തര ധ്രുവത്തിലാണെങ്കിലും ഇങ്ങനെയാണ് ഭൂമധ്യരേഖയെ അടിസ്ഥാനമാക്കി 3 ഉഷ്ണമേഖലയായിട്ട് നമുക്ക് തരംതിരിക്കാം. ഉഷ്ണമേഖല, മിതോഷ്ണ മേഖല, ശൈത്യമേഖല എന്നിങ്ങനെ 3 മേഖലകളായിട്ട് നമുക്ക് 2 ധ്രുവങ്ങളെയും തരംതിരിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇവിടെ തന്നിരിക്കുകയാണ് ഭൂമധ്യരേഖാ പ്രദേശത്ത് എന്ത് ചെയ്യും? ചൂട് പിടിച്ച വായു മുകളിലേക്ക് ഉയരും. എന്നാൽ മിതോഷ്ണ മേഖലയിലാണെങ്കിൽ താരതമ്യേന ചൂട് കുറഞ്ഞ വായുവാണ് എന്ത്? വായു വീശും. മിതോഷ്ണ മേഖലയിൽ നിന്ന് താരതമ്യേന ചൂട് കുറഞ്ഞ വായു എന്ത് ചെയ്യും? കാറ്റ് വീശുമ്പോൾ എന്ത് ചെയ്യും? ഭൂമധ്യരേഖാ പ്രദേശത്തും അവിടുന്ന് എന്ത് ചെയ്യും?
ചൂട് പിടിച്ച വായു നേരെ മുകളിലേക്ക് പോകും. ഇത് അപ്പുറത്തെ സൈഡിൽ നിന്നും ഇത് തന്നെയാണ്. ചൂട് കുറഞ്ഞ വായു വരും കാറ്റ് വഴി, അത് ഭൂമധ്യരേഖാ പ്രദേശത്തെത്തുമ്പോൾ എന്ത് ചെയ്യും, ചൂട് പിടിച്ച വായുവായിട്ട് മുകളിലേക്ക് പോകും. അപ്പോൾ ഭൂമധ്യരേഖാ പ്രദേശത്ത് സൂര്യരശ്മികൾ എന്താണ്, ലംബമായിട്ടാണ് പതിക്കുന്നത്. ഭൂമധ്യരേഖാ പ്രദേശത്ത് സൂര്യരശ്മികൾ എങ്ങനെയാണ് പതിക്കുന്നത്, ലംബമായിക്കൊണ്ടാണ് പതിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് തെക്കു നിന്നും വടക്കു നിന്നും ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് കാറ്റ് വീശുന്നത്, ഈ കാറ്റ് നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്നുള്ളതൊക്കെ അവിടെ ചോദ്യങ്ങളായിട്ട് ചോദിച്ചിരിക്കുകയാണ്. അതുപോലെ എന്താണ്, മഴമേഘങ്ങളെ കൊണ്ടുവരുന്നത് എന്താണ്, കാറ്റാണ്. മഴമേഘങ്ങളെ കൊണ്ടുവരുന്നത് കാറ്റാണ്. ഇനി മഴയും കാറ്റും എന്ന് പറഞ്ഞു, കാറ്റ് കൊണ്ട് ചില ശക്തമായ കാറ്റും മഴയും ഉള്ളപ്പോൾ എന്താണ്, ഉയരമുള്ള മരത്തിന് താഴെ നിൽക്കുന്നത് അപകടമാണ്. അതുപോലെ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവർക്ക് പ്രത്യേക കാലാവസ്ഥാ മുന്നറിയിപ്പ് കൊടുക്കുന്നത് എന്തിനാണ് എന്നുള്ളതൊക്കെ നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്. ഇനി ഇവിടെ മൺസൂൺ മഴയെക്കുറിച്ച് പറയുന്നുണ്ട്, അത് നോക്കാം. അതിൻ്റെ പോലെ ശക്തമായ കാറ്റും മഴയും മിന്നലും ഉള്ളപ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും പറഞ്ഞാൽ ഈ ചാപ്റ്റർ നമുക്കിവിടെ അവസാനിപ്പിക്കാം. മൺസൂൺ മഴ എങ്ങനെയാണ്, മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇന്ത്യയിൽ സൂര്യപ്രകാശം ഏറ്റവും ലംബമായി പതിക്കുന്നത്. അപ്പോൾ ഉപരിതല വായു എന്ത് ചെയ്യും, ചൂട് പിടിച്ച് വികസിക്കും. മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇന്ത്യയിൽ സൂര്യപ്രകാശം ഏറ്റവും ലംബമായി പതിക്കുന്നത്. ഈ സമയങ്ങളിൽ എന്ത് ചെയ്യും, ഉപരിതല വായു ചൂട് പിടിച്ച് വികസിക്കും. ഈ സമയങ്ങളിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മർദ്ദം കൂടിയ ഭാഗങ്ങളിൽ നിന്ന് നീരാവി നിറഞ്ഞ കാറ്റ് എന്ത് ചെയ്യും, ഇന്ത്യയിലേക്ക് വീശും. ഇതാണെന്ത്, മൺസൂൺ മഴയ്ക്ക് കാരണമാകുന്നത്. നമ്മൾ പറഞ്ഞു തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറഞ്ഞു. തെക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ വീശുന്നത്. അത് നമ്മൾ ആ ജോഗ്രഫിൻ്റെ ഭാഗത്ത് വിശദമായി പറഞ്ഞ കാര്യമാണ്. കാണാത്തവർ അവിടെ പോയി അത് കാണുക. അപ്പോൾ ഇതാണ് മൺസൂൺ മഴയ്ക്ക് കാരണമാവുന്നത്. വായുവിൽ പെട്ടെന്നുണ്ടാകുന്ന സങ്കോച വികാസങ്ങൾ എന്ത് ചെയ്യും, ശക്തമായ കാറ്റിന് കാരണമാവുന്നു. ചുഴലിക്കാറ്റ്, കൊടുങ്കാറ്റ് മുതലായവ എന്ത് ചെയ്യും, നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ വായുവിൽ പെട്ടെന്നുണ്ടാകുന്ന സങ്കോച വികാസങ്ങളാണ് ശക്തമായ കാറ്റുകൾക്ക് കാരണമാകുന്നത്. അപ്പോൾ വായുവിൽ പെട്ടെന്നുണ്ടാകുന്ന സങ്കോച വികാസങ്ങളാണ് പെട്ടെന്നുണ്ടാകുന്ന ശക്തമായ കാറ്റുകൾക്ക് കാരണമാകുന്നത്. ഇനി ശക്തമായ കാറ്റും മഴയും മിന്നലും ഉള്ളപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഒറ്റപ്പെട്ടതും ഉയരമുള്ളതുമായ മരത്തിന് താഴെ നമ്മൾ നിൽക്കാൻ പാടില്ല. യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, യാത്ര നിർത്തി സുരക്ഷിതമായ സ്ഥലത്ത് നിൽക്കണം. വൈദ്യുതി ലൈനുകൾ പൊട്ടി വീണ് അപകട സാധ്യതയുണ്ടാകാനുള്ള സാധ്യത മനസ്സിലാക്കി നമ്മൾ അതിനുള്ള മുൻകരുതലെടുക്കണം. ബലക്ഷയമുള്ള കെട്ടിടങ്ങൾക്ക് അകത്ത് നമ്മൾ കയറി നിൽക്കാൻ പാടില്ല. ജലാശയങ്ങളാണെങ്കിൽ ഉടൻ തന്നെ കരക്ക് കയറി സുരക്ഷിത സ്ഥാനത്ത് നിൽക്കണം. അപ്പോൾ ഇത് നമ്മളെ ജസ്റ്റ് ബേസിക് കാര്യങ്ങളാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് അവിടെ പറയുന്നത്. ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി ഇവിടെ നമുക്ക് പഠന ഭാഗത്തുള്ള 2 ചോദ്യങ്ങൾ ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്ത് പോവാം. കടൽക്കാറ്റും കരക്കാറ്റും നന്നായി അനുഭവപ്പെടുന്നത് ഏത് പ്രദേശത്താണ്? മലനാടിലാണോ, ഇടനാടിലാണോ, തീരപ്രദേശത്താണോ, അതോ തീരപ്രദേശത്തും മലനാടുമാണോ? കടൽക്കാറ്റും കരക്കാറ്റും നമുക്കറിയുന്ന ബേസിക് കാര്യമാണ്. എവിടെയാണ്? തീരപ്രദേശങ്ങളിലാണ് കടൽക്കാറ്റും കരക്കാറ്റും നന്നായി അനുഭവപ്പെടുന്നത്. കാരണം കടലിലോടത്താണല്ലോ ഇത് സംഭവിക്കുന്നത്. കടൽ എന്ന് പറയുന്നത് തീരപ്രദേശത്താണ്, മലനാട് കടലില്ലല്ലോ. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം എന്താണ്, ഉച്ച സമയത്ത് കുളത്തിൻ്റെ അടിഭാഗത്തിൽ വെള്ളം മുകൾ ഭാഗത്തെ വെള്ളത്തേക്കാൾ തണുത്തിരിക്കും, എന്തുകൊണ്ട്? ഉച്ച സമയത്ത് എന്ത് ചെയ്യും, കുളത്തിൻ്റെ അടിഭാഗത്തെ വെള്ളം മുകൾ ഭാഗത്തെ വെള്ളത്തേക്കാൾ തണുത്തിരിക്കും. ഇതിൻ്റെ കാരണം എന്താണ് എന്നാണ് ഓപ്ഷൻ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്, നമ്മളോട് കണ്ടെത്തി എഴുതാനാണ്. 1, കുളത്തിന് ആഴം കുറവായതുകൊണ്ട്. 2, അടിഭാഗത്ത് എത്തുന്ന താപം മണ്ണിലേക്ക് പ്രേഷണം ചെയ്യപ്പെടുന്നു. 3 സി ഓപ്ഷൻ ആണെങ്കിൽ സൂര്യകിരണങ്ങൾ വെള്ളത്തിലൂടെ കടന്നു പോകുന്നില്ല. ഡി ആണെങ്കിൽ ജലം താപത്തെ മുകളിൽ നിന്ന് താഴേക്ക് കടത്തിവിടുന്നില്ല. ഇതിൽ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എന്താണ്? ജലം താപത്തെ എന്ത് ചെയ്യുന്നില്ല, മുകളിൽ നിന്ന് താഴേക്ക് കടത്തിവിടുന്നില്ല. കാരണം ജലം എപ്പോഴും താപം ചൂടാക്കുമ്പോൾ വികസിച്ച് കഴിഞ്ഞാൽ അത് മുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ജലം എപ്പോഴും താപത്തെ മുകളിൽ നിന്ന് താഴേക്കല്ല കടത്തിവിടുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കുളത്തിൻ്റെ അടിത്തട്ട് എപ്പോഴും തണുത്തിരിക്കാൻ കാരണം. ഇത്രയാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഈ ഒരു മൊഡ്യൂളിൽ ആകെ ഈ ഒരു ചാപ്റ്റർ, താപമൊഴുകുന്ന വഴികൾ എന്നുള്ള ഈ ഒരു ചാപ്റ്റർ മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ
മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം, മറ്റൊരു മൊഡ്യൂളുമായി. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ചാപ്റ്ററാണ്, ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ ആ പരിഗണന നൽകി നിങ്ങൾ പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.